വള്ളുവനാടിൻ്റെ പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്ന മലബാറിലെ ഒരുപക്ഷെ ഏറ്റവും ചിരപുരാതനമായിട്ടുള്ള പുരാഘോഷമാണ് തിരുമാന്ധാംകുന്ന് പൂരം എന്ന് പറയുന്നത്. സവിശേഷമായ ഒട്ടേറെ താന്ത്രിക ചടങ്ങുകളും 11 ദിവസത്തെ ആഘോഷങ്ങളും ചടങ്ങുകളും ആറാട്ടുമൊക്കെ ഉൾപ്പെടുന്ന തിരുമാന്ധാംകുന്ന് പൂരം മാർച്ച് 25-ന് തുടങ്ങി ഏപ്രിൽ 4 കൂടി 11 ദിവസം ആഘോഷിക്കുകയാണ്. പൂരത്തിന് മുന്നോടിയായിട്ട് നടത്തുന്ന ദ്രവ്യകലശം ഇന്നലെ തിങ്കളാഴ്ച ആരംഭിച്ച് അടുത്ത ഒരാഴ്ച ഇതുമായി ബന്ധപ്പെട്ട ദ്രവ്യകലശത്തിൻ്റെ ചടങ്ങുകളാണ് ക്ഷേത്രത്തിൽ നടന്നു വരുന്നത്. സവിശേഷമായ ഒട്ടേറെ പ്രത്യേകതകൾ ഈ പൂരത്തിനുണ്ട്. വള്ളുവനാടിൻ്റെ കുലദേവതയായിട്ടുള്ള അല്ലെങ്കിൽ ഈ നാടിൻ്റെ സംരക്ഷകയായിട്ടുള്ള തിരുമാന്ധാംകുന്നിൽ അമ്മയുടെ പൂരം പുറപ്പാട് എന്ന് പറയുന്നത് ഈ ദേശമാകെ കാത്തിരിക്കുന്ന ഒരു ധന്യമുഹൂർത്തമാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ അന്ന് പുലർച്ചെ മുതൽ ഭഗവതിയുടെ ആദ്യത്തെ ആറാട്ടെഴുന്നള്ളത്തിൻ്റെ ദർശനത്തിന് വേണ്ടിയിട്ട് ഈ തിരുമാന്ധാംകുന്നിൽ വന്ന് സഞ്ചയിക്കുന്ന അപൂർവ അല്ലെങ്കിൽ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ഈ പൂരത്തിൻ്റെ പ്രത്യേകത. 11 ദിവസം നീണ്ടു നിൽക്കുന്ന പൂരാഘോഷങ്ങൾ പിന്നീട് അവിരാമം പുലർച്ചെ വരെ തുടരുന്ന ഒരു രീതിയാണ് ഇവിടെയുള്ളത്. പുലർച്ചെ തുടങ്ങുന്ന ചടങ്ങുകൾ രാത്രി ഏറെ വൈകി അവസാനിക്കുന്ന രീതിയിലേക്ക് 11 ദിവസം തുടർച്ചയായി പൂരാഘോഷമാണ്. ഇത്തവണ പൂരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി പ്രത്യേകതകളുണ്ട്. സ്ഥിരമായിട്ടുള്ള ചടങ്ങുകൾക്ക് പുറമേ സവിശേഷമായ കലാപരിപാടികൾ ഈ പൂരാഘോഷത്തിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. ക്ഷേത്ര കലകളായിട്ടുള്ള ഓട്ടംതുള്ളൽ, അതുപോലെ തന്നെ പാഠകം, കൂത്ത് തുടങ്ങിയവയ്ക്ക് പുറമേ ആഘോഷത്തിൻ്റെ ഒരു പരിസരം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള നിരവധി കലാരൂപങ്ങൾ ഇത്തവണത്തെ പൂരത്തിന് മാറ്റുകൂട്ടുന്നുണ്ട്. ഗാനമേള, ഭക്തിഗാനമേള, നാടൻപാട്ട് തുടങ്ങിയ ആളുകൾക്ക് രസിക്കാനും ആഘോഷിക്കാനും കഴിയുന്ന രീതിയിലേക്കുള്ള നിരവധി പരിപാടികൾ, ശാസ്ത്രീയ സംഗീത പരിപാടികൾ, നൃത്ത പരിപാടികൾ തുടങ്ങി നിരവധി പരിപാടികൾ ഇത്തവണത്തെ പുരാഘോഷത്തിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ ഈ തിരുമാന്ധാംകുന്ന് പൂരത്തിൻ്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഈ സാംസ്കാരിക സമ്മേളന വേദിയിൽ വെച്ചാണ് തിരുമാന്ധാംകുന്നിലമ്മയുടെ പേരിലുള്ള മാന്ധാദ്രി പുരസ്കാരം സമർപ്പിക്കുന്നത്. ഇത്തവണ മാന്ധാദ്രി പുരസ്കാരത്തിന് അർഹനായിട്ട് മാന്ധാദ്രി പുരസ്കാര ജൂറി തിരഞ്ഞെടുത്തിട്ടുള്ളത് മലയാളത്തിൻ്റെ പ്രിയങ്കരനായ നടൻ ശ്രീ ഇന്ദ്രൻസാണ്. റെഡ് കാർപ്പറ്റ് അവാർഡ് വരെ നേടിയിട്ടുള്ള ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഈ അനുഗ്രഹീത കലാകാരൻ്റെ പേര് ഐകകണ്ഠേനയാണ് ജൂറി നിർദ്ദേശിച്ചിട്ടുള്ളത്. മാർച്ച് 26-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളന വേദിയിൽ വെച്ച് മാന്ധാദ്രി പുരസ്കാരം അദ്ദേഹത്തിന് സമർപ്പിക്കും. ക്ഷേത്രം വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ, ഈ പൂരത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ ഏതാണ്ട് 3 മാസം മുന്നേ തുടങ്ങുന്നതാണ്. നിങ്ങൾ കണ്ടു കാണും. ക്ഷേത്ര പരിസരം തന്നെ വലിയ തോതിൽ ശുചീകരിക്കുന്നതും നവീകരിക്കുന്നതുമായ പ്രക്രിയ കഴിഞ്ഞ് പന്തൽ ഇടുന്ന വളരെ സവിശേഷമായ ഒരു ചടങ്ങ് കൂടിയാണ് പൂരത്തിൻ്റെ പന്തൽ കാൽനാട്ടൽ. അത് വളരെ നേരത്തെ തുടങ്ങി. ഈ പെട്രോളിന് നമുക്ക് എവിടുന്ന് കൊണ്ടുപോകണോ? നമുക്ക് മണാലിന്ന് വാങ്ങാം. ലഡാക്കിൽ പോകുമ്പോൾ ഒരൊറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ 300 കിലോമീറ്റർ വരെ ഉണ്ട്. 300 കിലോമീറ്ററോ? ഈ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചുറ്റിനും മല, അതിന്റെ നടുവിലൂടെ നോക്കിയാൽ നോട്ടം കിട്ടാത്ത റോഡ്, അതിലൂടെ നമ്മള് രണ്ടാളും ബുള്ളറ്റിൽ പോകുന്നത്. ഈ ഒന്ന് ഓർത്ത് നോക്കിയാടാ. എടാ ബസ്സിലേക്കിട്ട ആക്സിഡന്റ് കൊടുത്ത വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു. മുറിച്ച് കളയണമെന്നാണ് കൊണ്ടുപോടത്തൊക്കെ പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന അഭി പറഞ്ഞു നമുക്ക് കിംസ് അൽ ഷിഫയെ കൊണ്ടുപോകാം. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.